السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه ومن سلك مسلكه ودعا بدعوته إلى يوم الدين. أما بعد، وأوصيكم وإياي أولا بتقوى الله. സ്റ്റേജിൽ ഉപവിഷ്ടരായ സാദാത്തുമാരെ, പണ്ഡിതന്മാരെ, പൗരപ്രമുഖരെ, ജനപ്രതിനിധികളെ, മഹത്തായ പരിപാടിയിൽ സന്നിഹിതരാകാനെത്തിയ സഹോദരങ്ങളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. കാരണം ഇവിടെ പറയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ദീനിനെ ആനുകാലികമായി പ്രബോധനം ചെയ്യുകയും പ്രചരണം നടത്തുകയും അതിനായി പുതിയ പണ്ഡിത തലമുറയെ തയ്യാറാക്കുകയും ചെയ്യപ്പെടുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സാന്നിധ്യവും ഇവിടെ നടക്കുന്ന പരിപാടികളിലേക്കുള്ള നമ്മുടെ ശ്രവണവും ശ്രദ്ധയും നമ്മളതിന് സമയം ചെലവഴിച്ചതും പണം വിനിയോഗിച്ചതും ഒക്കെ പുണ്യകർമ്മങ്ങളായിത്തീരും. അല്ലാഹു ഇവ ഓരോന്നും അവനിഷ്ടപ്പെടുന്ന മഹത്തായ ഇബാദത്തുകളായി, പുണ്യകർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഇന്ന് ഇത്തരം പരിപാടികൾക്കൊക്കെ പ്രസക്തി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് ധാർമ്മികമായോ മാനസികമായോ കാർമ്മികമായോ പാരത്രികമായോ ഒന്നും ഒരുവിധ പുരോഗതിയിലേക്കും കൈപിടിച്ചുയർത്തപ്പെടാത്ത സംരംഭങ്ങളിലേക്കാണ് ആളുകളൊക്കെ കൂട്ടം കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശിആറുകൾ ഉയർത്തിപ്പിടിക്കുക എന്നതിന് പ്രതിഫല വർധന ഉണ്ടാകും. നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കുന്നതിനായി ദാറുൽ ഹുദ ചാൻസലറും ഉമ്മത്തിൻ്റെ നായകനുമായ ബഹുമാന്യരായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും കടന്നു വരികയാണ്. അള്ളാഹു അവർക്ക് ഇരുവർക്കും ഉമ്മത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ബഹുമുഖമായ പ്രവർത്തനങ്ങൾക്ക് അവസരം സൃഷ്ടിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ കർമ്മങ്ങളിലും സംരംഭങ്ങളിലുമൊക്കെ കൂടുതൽ പുണ്യവും തൗഫീഖും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ. അന്ത്യനാൾ അടുത്തു വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ സത്യത്തിൻ്റെ സന്ദേശങ്ങൾ മുറുകെ പിടിക്കുക, ദീനിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നിർവഹിക്കുക തുടങ്ങിയുള്ള സംരംഭങ്ങൾക്കൊക്കെ വലിയ പ്രതിഫലമുണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നവർ തീക്കനലിൽ പിടിച്ചതിന് തുല്യരായിരിക്കുമെന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. തീക്കനലിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല ജീവനുള്ളൊരു മനുഷ്യന്, അസഹനീയമാണ്. അങ്ങനെയാണെങ്കിലും അത് അള്ളാഹു കൽപ്പിച്ചതാണ്, അള്ളാഹുവിനോട് നാം നിർവഹിക്കേണ്ട ബാധ്യതയാണ്, അള്ളാഹുവിൻ്റെ ദീൻ നിലനിൽക്കാൻ ഇത് അനിവാര്യമാണ്, ആവശ്യമാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സംരംഭത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായ എം ബഷീർ മുസ്ലിയാരെ സംബന്ധിച്ച് അനുസ്മരിക്കാനാണ്
ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു സംസാരത്തിന് സമയവുമില്ല, അതിൻ്റെ സന്ദർഭവുമല്ല. എൻ്റെ പിന്നിൽ വളരെ പണ്ഡിതന്മാരും സാദാത്തുമാരൊക്കെ വളരെ പ്രസക്തമായ സംസാരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയുമാണ്. ഏതൊരു കാര്യം മുസ്ലിമായൊരു മനുഷ്യൻ ചെയ്യുകയാണെങ്കിലും ഇഖ്ലാസ്, ആത്മാർത്ഥത, സംശുദ്ധമായ ഉദ്ദേശ്യം അതിന് മുന്നിലുണ്ടാകണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന സുപ്രസിദ്ധമായ നബിവചനത്തിലൂടെയും തത്തുല്യമായ നിരവധി ഹദീസുകളിലൂടെയും ഖുർആൻ സൂക്തങ്ങളിലൂടെയുമൊക്കെ ഇത് പഠിപ്പിക്കപ്പെട്ടവരാണ് നാം. വായിക്കണം, പഠിക്കണം, മനനം ചെയ്യണം, ചിന്തിക്കണം, ഗവേഷണങ്ങൾ നടത്തണം എന്നൊക്കെ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ ഖുർആൻ വചനം ഇറങ്ങുന്നത്. ഇഖ്റൻ്റെ ഉദ്ദേശം ഞാനീ പറഞ്ഞ ബഹുമുഖമായ അർത്ഥതലങ്ങളാണ്. അവിടെയും അല്ലാഹു തആല പറഞ്ഞത് ബിസ്മി റബ്ബിക എന്ന്. ഈ പാരായണവും ചിന്തയും മനനവും ജ്ഞാനശോധനങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ നാമത്തിലാകണം, പടച്ചവൻ്റെ പൊരുത്തത്തിനാകണം എന്നാണ് അതിൻ്റെ താല്പര്യം. ദാറുൽ സ്ഥാപകന്മാരുടെ മുൻപന്തിയിലുണ്ടായിരുന്ന 3 പേർ, മൗലാന എം ബഷീർ മുസ്ലിയാർ, ഉസ്താദ് CH ഐദറൂസ് മുസ്ലിയാർ, ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി, അവരെ കൂടെ വേറെയും കുറേ ആളുകളുണ്ട്. ഈ 3 ആളുകൾക്ക് ഈ പറഞ്ഞ വിഷയത്തിൽ നിസ്തുലമായ ഒരു സ്റ്റാറ്റസ്, അസ്തിത്വം, അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നവരെ നേരിട്ട് പരിചയമുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ അറിയാം. ബഷീർ മുസ്ലിയാരാണ് നേരത്തെ മരിച്ചത്, 1987. മറ്റവരൊക്കെ മരിച്ചത് പിന്നെ കുറേ കഴിഞ്ഞിട്ട് 1994 ഉസ്താദ് CH ഐദറൂസ് മുസ്ലിയാർ, 2003 ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി, പിന്നെ കുറേ ആളുകൾ. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. സ്വാഭാവികമായും കാലാനുസൃതമായ വെല്ലുവിളികൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പരിഹാസങ്ങൾ, അവഹേളനങ്ങൾ ഇതൊക്കെ ദാറുൽ ഹുദാ സ്ഥാപകന്മാരുടെ മുൻപിലുണ്ടായിരുന്നു. അതിലേക്കൊന്നും കടക്കാനിപ്പോൾ സമയമില്ല. ഒരിക്കൽ സമൂഹത്തിൽ വളരെ പ്രശസ്തനായ ഒരാൾ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു എൻജിനീയറിംഗ് കോളേജും സ്ഥാപിക്കണം, ബാക്കിയുള്ള വയലും കൂടി നിങ്ങൾ വാങ്ങണം. അതിന് കഴിവുള്ള ആളാണ് അദ്ദേഹം. ബാപ്പുട്ടേജി പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഈ എടുക്കണ പണി വേറെ ആരും എടുക്കാത്തതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോട്ടെ. നിങ്ങൾ പറഞ്ഞ പണി എൻജിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ് എന്ന മറ്റുള്ളതൊക്കെ ഒരുപാട് ആളുകൾ ഇന്നത് പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി രൂപീകൃതമായ സംഘടനകളുണ്ട്, അവരീ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ പോട്ടെ. പരിഹാസങ്ങളുണ്ടായിരുന്നു. ദാറുൽ ഹുദ നിലകൊള്ളുന്നത് മാനിപ്പാടം എന്ന് പറഞ്ഞൊരു വയലില്ല, ഏകദേശം 130 ഏക്കർ വിസ്തൃതിയുള്ളൊരു വയലില്ല. ദാറുൽ ഹുദൻ്റെ കുറച്ചപ്പുറത്ത് ഒരു കൂട്ടർ സമ്മേളനം സംഘടിപ്പിച്ച് അവിടെ ഒരാൾ പ്രസംഗിച്ചു, ദാറുൽ ഹുദ ദീനീ സ്ഥാപനമല്ല, കാരണം അവിടെ ഇംഗ്ലീഷും കണക്കൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. അവഹേളനങ്ങൾ പറഞ്ഞാൽ മാനിപ്പാടത്ത് വെള്ളം കയറും ഇടയ്ക്കിടയ്ക്ക്, ചിലപ്പോൾ കൂടുതലുണ്ടാവും. ഒരിക്കൽ വെള്ളം കയറിയപ്പോൾ പില്ലറുകളുടെ മുകളിൽ പൊന്തി നിൽക്കുന്ന കമ്പികൾ മാത്രം ദൃശ്യമായിരുന്നു. കോൺക്രീറ്റൊക്കെ ഉള്ളിൽ പോയി വെള്ളത്തിൽ. അന്ന് നമ്മുടെ പ്രിയപ്പെട്ട ചമ്മാട്ടുള്ള ചില സഹൃദയർ ഫോട്ടോ എടുത്തിട്ട് ജിദ്ദയിലേക്ക് അയച്ചു. ജിദ്ദയിലേക്ക് അയക്കാൻ കാരണം അന്ന് ദാറുൽ ഹുദയുടെ നേതാക്കൾ ജിദ്ദയിൽ ദാറുൽ ഹുദയ്ക്ക് വേണ്ടി സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുക. ദാറുൽ ഹുദ ഒലിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അതിന് പൈസ ആവശ്യമില്ല, നിങ്ങൾ കൊടുക്കേണ്ടതില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ.
ഞാനിത് അനുസ്മരിക്കുന്നത് അൽഹംദുലില്ലാ ഇങ്ങനെയുള്ള ഈ അവഹേളനങ്ങൾ, ഈ ബഹുമുഖമായ അനുഭവങ്ങളൊക്കെ തരണം ചെയ്ത ദാറുൽ ഹുദ ഇന്ന് സമൂഹത്തിന് മുന്നിൽ അഭിമാനപൂർവ്വം തല ഉയർത്തി നിൽക്കുക. ഇംഗ്ലീഷ് പഠിപ്പിച്ചതുകൊണ്ട് ഇംഗ്ലീഷിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉദവികൾ. അപ്പോൾ ദീനിന് പുറത്തുള്ളതല്ലല്ലോ. ഇംഗ്ലീഷ് ഭാഷയിൽ ഗ്രന്ഥങ്ങൾ രചിച്ച ഹുദവികളുണ്ട്, ദീനി ഗ്രന്ഥങ്ങൾ. ഓരോ ദിവസവും ഇംഗ്ലീഷിൽ നിത്യവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹുദവികളുണ്ട്, അല്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അവരുടെ ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അറബിയും ഉറുദുവും ഇംഗ്ലീഷും ഒക്കെ തഥൈവ. വടക്കേ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഹുദവികളുടെ സാന്നിധ്യമുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത്, മിക്കവാറും ഉറുദു ഭാഷയിൽ. 20-ലധികം രാഷ്ട്രങ്ങളിൽ ഹുദവികൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കാവശ്യമായ ജോലി ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ മതപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഞാൻ UK പോയിരുന്നു. ലണ്ടനിൽ നിന്ന് 160 കിലോമീറ്റർ കിഴക്കുള്ള ഒരു സ്ഥലത്ത് നോർവിച്ചിൽ ഒരു ഹുദവി അവിടെ ജുമാക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അറബിയിൽ ഖുത്ബ നിർവഹിക്കും, ഇംഗ്ലീഷിൽ പ്രസംഗിക്കുകയും ചെയ്യും, പിന്നെ ജുമയുടെ മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കും. അങ്ങനെ ഒരാളല്ല, പല ആൾക്കാരും പല സ്ഥലത്ത്. ഉത്തർപ്രദേശിലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് പെരിന്തൽമണ്ണയിലുണ്ട്. അവിടുത്തെ അക്കാദമിക്കൽ ഡയറക്ടർ ഒരു ഹുദവിയാണ്. തൻ്റെ സ്വന്തം വകയായിട്ട് അവിടെ പള്ളിയിൽ ഖുത്ബ നിർവഹിക്കുന്നു, ഇംഗ്ലീഷ് പ്രസംഗം നിർവഹിക്കുന്നു അദ്ദേഹമാണ്. കേരളത്തിനകത്തും പുറത്തും, ഇന്ത്യ രാജ്യത്തിന് പുറത്തുമൊക്കെ ഇവർ ബഹുമുഖമായ പ്രവർത്തന മേഖലകളിൽ സജീവമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പറയുന്നില്ല. മഹാനായ MM ബഷീർ മുസ്ലിയാർ ഇങ്ങനെയുള്ളൊരു വാസനയും കാഴ്ചപ്പാടുമുള്ള വ്യക്തി കൂടിയായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. 1955 മഹാനവറുകൾ ബാക്കിയാത്തിൽ നിന്ന് ബിരുദം നേടി, സെക്കൻഡ് റാങ്കോട് കൂടി ബാക്കവി ബിരുദം നേടി പുറത്തു വരുന്നത്. കൂടെ യാദൃച്ഛികമെന്നോണം തൻ്റെ സതീർത്ഥൻ, സഹപാഠി, സ്നേഹിതൻ, സുഹൃത്തായിരുന്ന CH ഐദ്രൂസ് മുസ്ലിയാരുണ്ടായിരുന്നു. ബഷീർ മുസ്ലിയാർ ബാക്കിയാത്തിലേക്ക് പോയത് കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവരുടെ ദർസിൽ നിന്നാണ്, കോട്ടുമലയിൽ നിന്ന്. CH ഐദ്രൂസ് മുസ്ലിയാർ ബാക്കിയാത്തിലേക്ക് പോയിരുന്നത് പൊന്മള മൊയ്തീൻ മുസ്ലിയാരുടെ ചേറൂരിലുള്ള ദർസിൽ നിന്നാണ്. ബാക്കിയത്തിൽ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു, തിരിച്ചു വന്ന് ഒന്നിച്ചാണ്. പിന്നെ അവരുടെ ഓരോരുത്തരുടെയും ജീവിതാവസാനം വരെ ഒന്നിച്ച് പ്രവർത്തിച്ചു. ആ പ്രവർത്തനങ്ങൾ ഏറ്റവും നിർണായകമായത്, ശ്രദ്ധേയമായത്, പവിത്രമായത്, മാതൃകായോഗ്യമായത് ദാറുൽ ഹുദ പ്രവർത്തനങ്ങൾ. ദാറുൽ ഹുദയുടെ ലക്ഷ്യം എന്താ? ആധുനിക ലോകത്തിന് മാർഗദർശനം നൽകാൻ പര്യാപ്തരായ യുവ പണ്ഡിതന്മാരെ സജ്ജരാക്കുക. ഇവർ പഠിച്ചിരുന്ന ദർസുകൾ എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലായിരുന്നു ഏകദേശം. ഇവർ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ 21-ാം നൂറ്റാണ്ട് ഇങ്ങനെ വരാൻ പോവുക. 20-ാം നൂറ്റാണ്ടിൻ്റെ ഏകദേശം അവസാന ഘട്ടമായപ്പോഴേക്ക് ലോകത്ത് വലിയ പരിവർത്തനങ്ങൾ സംജാതമായി. പ്രധാനമായത് ലോകം ഒരു ഗ്രാമമായി എന്നതാണ്. യാത്രാ സൗകര്യങ്ങൾ സാർവത്രികമായി. കരിപ്പൂരിൽ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ GCC രാജ്യങ്ങളിലെത്താണ് നമ്മുടെ സഹോദരന്മാർ. സ്വാഭാവികമായും അറബികൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. 1975 മുമ്പ് പ്രസ്താവയോഗ്യമാം വിധം പുറത്തുള്ള ആളുകൾ ഇങ്ങോട്ട് വരാറില്ല. ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും അറബിയാണ്. അവരുമായി ആശയവിനിമയം നടത്തേണ്ടത് അനിവാര്യമായി. അതിന് ഭാഷ വേണം. അവരിൽ പലതരത്തിലുള്ള ആളുകളുണ്ടാവും.
അവരുടെ ആ വൈജാത്യമനുസരിച്ച് അവരുമായി ആശയ സംവേദനങ്ങൾ നടത്താൻ ആളുകൾക്ക് കാഴ്ചപ്പാടുകൾ വേണം പണ്ഡിതന്മാർക്ക്. അങ്ങനെയുള്ള പണ്ഡിതന്മാരെ തയ്യാറാക്കണം. അൽഹംദുലില്ലാ, ഞാനൊരിക്കൽ ദാറുൽഹുദയുടെ മുമ്പ് ആദ്യ നാളുകളിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ അസറിൻ്റെ ശേഷം നാട്ടിലേക്ക് പോകാൻ ഒരു അധ്യാപകൻ അങ്ങനെ പാറക്കടവത്ത് നിന്ന് നടന്നു വന്നു. അന്നത് സാധാരണമാണ്. അപ്പോൾ അദ്ദേഹം, ഞങ്ങൾ നേരത്തെ പരിചയമുണ്ട്, അദ്ദേഹം പറഞ്ഞു എന്താ അവിടെ, അങ്ങനെയാണ് പോവാണ്. നിങ്ങളിപ്പോൾ എന്താ ആൾക്കാരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത്? അറബി, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം, കണക്ക്, സയൻസ്, സോഷ്യൽ സയൻസസ്, എക്കണോമിക്സ്, ജോഗ്രഫി, ഖുർആൻ, ഹദീസ്, തഫ്സീർ, അഖീദ, താരീഖ്, തജ്വീദ്, ഇങ്ങനെ ആളെ പറ്റിക്കണമെന്തിനാ? അന്ന് ആളുകളോട് പരിചയം വെച്ചാൽ അങ്ങനെയാണ് അവസ്ഥ. ഞാൻ പറഞ്ഞപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞു. മരിച്ചുപോയി. അപ്പോൾ ഇതൊക്കെ അസംഭവ്യമായിരുന്നു ആളുകളുടെ കാഴ്ചപ്പാടിൽ. ദാറുൽഹുദയാണെങ്കിലോ വളരെ നേരത്തെ അതിനെ സുചിന്തിതമായ, വളരെ മൈന്യൂട്ടായി അതിസൂക്ഷ്മമായ മേഖലകളിൽ വരെ ചിന്തിക്കുകയും ആലോചിക്കുകയും പ്രവർത്തന രീതികൾ സംവിധാനിക്കുകയും ചെയ്തുകൊണ്ടാണ് തുടക്കം കുറിക്കപ്പെട്ടത്. ഇതിൻ്റെയൊക്കെ മുന്നിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് ഒന്ന് എം ബഷീർ മുസ്ലിയാരാണ്. അദ്ദേഹം ദർസി രംഗത്ത് ചില നവീന സംവിധാനങ്ങളൊക്കെ നടപ്പാക്കിയിരുന്നു. 1955 ബാഖവി ബിരുദം നേടി വന്ന് കേരളത്തിൽ ദർസുകൾ നടത്താൻ തുടങ്ങി അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ. അച്ചനമ്പലത്ത്, മറ്റത്തൂരിൽ, കൊണ്ടോട്ടി പഴയ ജുമാഅത്ത് പള്ളിയിൽ, പിന്നെ കടമേരി റഹ്മാനിയ അറബി കോളേജ്, ഇതൊക്കെ ക്രമപ്രവൃദ്ധമായ പുരോഗതികളായിരുന്നു ഈ രംഗത്തുണ്ടായിരുന്നത്. കൊണ്ടോട്ടിയിലെ പഴയ ജുമാഅത്ത് പള്ളിയിൽ പല പരിഷ്കരണങ്ങളും ഉണ്ടായിരുന്നു ദർസിൽ. പിന്നെ 1972 കടമേരിയിൽ റഹ്മാനിയ അറബി കോളേജ് സ്ഥാപിക്കപ്പെട്ടു. അതിൻ്റെ സ്ഥാപകൻ ഒരു കുഞ്ഞബ്ദുള്ള മുസ്ലിയാരായിരുന്നു. സമ്പന്നനായ ഒരു മുസ്ലിയാർ കുടുംബത്തിലെ വ്യക്തിയായിരുന്നു അദ്ദേഹം. ബഷീർ മുസ്ലിയാരുടെ നേരത്തെ കുറച്ചു കാലത്തെ സഹപാഠിയുമായിരുന്നു. ആ സൗഹൃദം വെച്ചാണ് ബഷീർ മുസ്ലിയാർ അങ്ങോട്ട് ക്ഷണിക്കപ്പെട്ടത്. അദ്ദേഹം അഹമഹാമികയാ ക്ഷണം സ്വീകരിച്ച് മുന്നോട്ട് വന്നു. തൻ്റെ കാഴ്ചപ്പാടിന് അവിടെ അനുസരിച്ചുള്ള ആ രംഗത്ത് ആ വഴിയിൽ മുന്നോട്ട് പോകാൻ പര്യാപ്തമായൊരു വഴിയാണല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ 1979-80 വരെ അദ്ദേഹം അവിടെ പ്രിൻസിപ്പൽ ആയി സേവനം ചെയ്തു. ഷുഗർ രോഗിയായിരുന്നു അദ്ദേഹം. ചിലപ്പോഴൊന്നും ഉണ്ടാവില്ല, എന്നാലും സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള നേതൃത്വം അല്ലെങ്കിൽ അതിൻ്റെ മാർഗദർശനം ഉസ്താദുകളെ ഏറ്റെടുത്ത് ആ രീതിയിലുള്ളൊരു സംവിധാനം അവിടെ നടപ്പാക്കപ്പെട്ടു. ഇന്നത് വലിയ ഒരു നോളജ് സിറ്റിയാണ്, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അല്ലെങ്കിലും ഈ വിദ്യാഭ്യാസ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്നും ഒന്നല്ല. ജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ, സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ വെച്ച് പരിഷ്കരണങ്ങൾ അതിൽ നിർവഹിക്കപ്പെട്ടേ തീരൂ. അല്ലെങ്കിൽ ആദ്യം ഉണ്ടായ തഫ്സീറാൻ ഇന്നും മതിയല്ലോ. ആദ്യം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായുടെ ഒരു തഫ്സീറുണ്ട്. തൻവീറുൽ മിഖ്ബാസ് ഫി തഫ്സീർ ഇബ്നു അബ്ബാസ് എന്നാണ് അതിൻ്റെ പേര്. എന്നാൽ തഫ്സീറുകൾ പിന്നെയും വരികയാണ്. തഫ്സീറുകൾ ഉദാഹരണമാണ് പറഞ്ഞത്. ഇപ്പോഴും പുതിയ തഫ്സീറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം അങ്ങനെ തന്നെയാണ്. ഇതിന് അടിസ്ഥാനപരമായ ഒരു നിദാനം എന്ന് പറഞ്ഞാൽ കല്ലിമിന്നാസ അലാ ഖദ്രി ഉഖൂലിഹിം എന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ജനങ്ങളുടെ മാനസികാവസ്ഥ വെച്ച് അവരോട് സംസാരിക്കും. കിൻഡർ ഗാർട്ടനുകളിൽ ചെന്ന് കുട്ടികൾ കമ്പ്യൂട്ടർ പഠിച്ചു വരിക. പിന്നെ LP-യിൽ 4 കൊല്ലം, പിന്നെ UP-യിൽ 3 കൊല്ലം, പിന്നെ ഹൈസ്കൂൾ 3 കൊല്ലം, പിന്നെ PDC അല്ലെങ്കിൽ +1 +2. ഈ വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് വരുന്ന ഒരു മതം പഠിക്കാൻ വരുന്നൊരു കുട്ടിക്ക് ഇതുമായൊന്നും പല ബന്ധമില്ലാത്ത ഒരു സംവിധാനം അവൻ്റെ പാഠ്യപദ്ധതിയെ അംഗീകരിക്കപ്പെട്ടാൽ അവൻ പിറ്റേന്ന് ഇറങ്ങി പോവുമല്ലോ. ഇതെന്താ? പ്രവാചകന്മാരൊക്കെ ദഅവത്ത് നിർവഹിച്ചത് അങ്ങനെയാണ്. അതത് കാലഘട്ടങ്ങളിലുള്ള ജനങ്ങളുടെ മാനസികാവസ്ഥ വെച്ച്. എല്ലാ നബിമാരും അങ്ങനെയായിരുന്നു. മുത്തനബി പറഞ്ഞിട്ടുണ്ട്, നഹ്നു മഅശിറൽ അംബിയാ
ഉമിർനാ അൻ നുനസ്സിലൻ നാസ മനാസിലഹും വ അൻ നുകല്ലിമഹും അലാ ഖദ്രി ഉഖൂലിഹിം. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവാചക കുടുംബം മുഴുവൻ, സമസ്ത പ്രവാചകന്മാരും. ഉമിർനാ അൻ നുനസ്സിലൻ നാസ മനാസിലഹും, ജനങ്ങളെ അവരർഹിക്കുന്ന സ്റ്റാറ്റസിൽ ഇരുത്തണം. എന്നാൽ അവരെ മാനസികാവസ്ഥ കണ്ട് സംസാരിക്കണം എന്നാണ്. ഇരിപ്പിടം കൊടുക്കുക എന്നല്ല അർത്ഥം, അതും അതിൽ ഉൾപ്പെടുന്നു മാത്രം. വഅൻ നുകല്ലിമഹും അലാ ഖദ്രി ഉഖൂലിഹിം, അവരുടെ മാനസികാവസ്ഥ എന്താണോ എന്ന് മനസ്സിലാക്കി ആ മാനസികാവസ്ഥ വെച്ച് അവരോട് സംസാരിക്കണം. അപ്പം മതാധ്യാപന സംവിധാനം അങ്ങനെയാകണം. മതാധ്യയനത്തിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ആ രീതിയിലുള്ള സംവിധാനം ഉണ്ടാകണം, ലഭ്യമാകണം. അത് അനിവാര്യമാണ്. അതാണ് ദാറുൽ ഹുദ ചെയ്തത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 മാസം കഴിഞ്ഞാൽ ആ പ്രക്രിയക്ക് 40 വർഷം പൂർത്തിയാവുകയാണ്. 1406 ശവ്വാൽ മാസം 17-ാം തീയതിയാണ് ദാറുൽ ഹുദ തുടങ്ങിയത്. ഇപ്പം 1446 ജുമാദൽ ഊല മാസത്തിലെത്തി. ഉഹ്റയും റജബും കഴിഞ്ഞാൽ 40 കൊല്ലം. സമ്മേളനത്തിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചത് ചില സാങ്കേതിക പ്രായോഗിക സൗകര്യങ്ങൾ വെച്ചിട്ട്. ഈ 40 കൊല്ലത്തിനകം അൽഹംദുലില്ലാ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളവരുടെ തൃക്കരങ്ങൾ കൊണ്ട് ആദ്യത്തെ വിദ്യാർത്ഥിയെ ചേർത്താണ് 1406 ശവ്വാൽ മാസം 17-ാം തീയതി രജിസ്റ്ററിൽ കുട്ടികളുടെ പേർ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 3000-ലേറെ പണ്ഡിതന്മാർ പഠിച്ച് പുറത്തിറങ്ങി. പലവിധ സേവന രംഗങ്ങളിൽ അവർ നിരതരായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല, അത് നിങ്ങളിൽ പലർക്കും അതറിയുമായിരിക്കും. പല മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പല മഹല്ലത്തുകളിലെ ദീനീ സംരംഭങ്ങളിലും ഹുദവികൾ വേണമെന്ന് പറഞ്ഞ് നേരത്തെ ബുക്കിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹുദവിയും ഇതുവരെ ജോലി കിട്ടാതിരുന്നിട്ടില്ല. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ വരെ ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. 25-28 കൊല്ലം മുമ്പ് സിംഗപ്പൂരിൽ നിന്നൊരാൾ വന്നു, ഹംസ ഹാജി വന്നു. പാങ്ങൽ സ്വദേശിയാണ്, സിംഗപ്പൂരിയാണ്. ഞങ്ങളെ പള്ളിയിൽ ഇംഗ്ലീഷിൽ വയല് പറയണം. പള്ളിയുടെ പ്രവർത്തനങ്ങളൊക്കെ കമ്പ്യൂട്ടറിലാണ്. കമ്പ്യൂട്ടറിൻ്റെ മഹൽ സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ അയാൾ നിർവഹിക്കണം. കമ്പ്യൂട്ടർ ജ്ഞാനവും ഇംഗ്ലീഷ് വൈദഗ്ധ്യവും ഉള്ള ഒരാൾ വേണം എന്ന് ചുരുക്കം. ഞങ്ങൾ കേരളത്തിലെ പല സ്ഥാപനങ്ങളിലും പോയി, എവിടുന്നും കിട്ടണില്ല. അവസാനം ചിലർ പറഞ്ഞു ദാറുൽ ഹുദയിൽ പോയി നോക്കി. ദാറുൽ ഹുദയിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെയും ആ സിംഗപ്പൂരിലെ മലബാർ മുസ്ലിം ജമാഅത്ത് പള്ളിയിലെ ഇമാം ഹുദവിയാണ്. ആളുകൾ മാറിയിട്ടുണ്ട്. ഹുദവികളെ തന്നെ വേണമെന്നാണ് അവരുടെ താല്പര്യം. ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഇങ്ങനെ ഉമ്മത്തിന് നേതൃത്വം നൽകുവാൻ പ്രധാനപ്പെട്ട ഭാഷ എന്ന നിലക്കാണ് അറബി, ഉറുദു, ഇംഗ്ലീഷ് ലോക്കൽ ലാംഗ്വേജ് മാതൃഭാഷ പഠിപ്പിക്കുന്നത്. അതിൻ്റെ പുറമെ സ്വന്തം താല്പര്യമനുസരിച്ച് സ്പാനിഷ് പഠിച്ച ഹുദവികളുണ്ട്, ജർമ്മൻ പഠിച്ച ഹുദവികളുണ്ട്, മലായ് ഭാഷ പഠിച്ച ഹുദവികളുണ്ട്, അതുപോലെ മറ്റു പല ഭാഷകളും പഠിച്ചവരുണ്ട്. സമൂഹത്തെ അഭിമുഖീകരിക്കാൻ എന്തെല്ലാം മേഖലകളിൽ ഏതേതെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതവർക്ക് ബോധനം നൽകപ്പെടുകയാണ് ദാറുൽ ഹുദയിൽ നിന്ന്. അപ്പോൾ അവരുടെ താല്പര്യമനുസരിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ ചെന്നിട്ട് 2 ഹുദവികൾ ഇംഗ്ലീഷിൽ പ്രസംഗം നടത്തിയിട്ടുണ്ട്. മത്സരങ്ങളിലൂടെ നേടിയതാണ്. ഒരിക്കൽ ഇന്ത്യയിൽ ദേശീയാടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട ഇംഗ്ലീഷ് പ്രബന്ധ മത്സരത്തിൽ ദാറുൽ ഹുദയിലെ അവസാനത്തെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ദാറുൽ ഹുദ വിദ്യാർത്ഥി ദേശീയാടിസ്ഥാനത്തിൽ 2nd റാങ്ക് നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. മൊറോക്കോയിൽ അവിടുത്തെ രാജാവിൻ്റെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ് സ്ഥാപനത്തിൽ 40 വിദ്യാർത്ഥികൾ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കണം. ഇന്ന് നവംബറും കഴിഞ്ഞ് ഡിസംബർ അവസാനം അവർ തിരിച്ചു പോരും. അടുത്ത ബാച്ചിൻ്റെ 40 ആളുടെ പേരയച്ചു കൊടുക്കാൻ അവിടുത്തെ പ്രിൻസിപ്പൾ നമുക്ക് വിവരം അറിയിച്ചിരിക്കുന്നു. മറ്റ് നാടുകളിൽ നിന്ന് വരുന്നവരൊക്കെ വേറെ അതാത് നാട്ടുകാരെ ക്ലാസ്സാണ്. ദാറുൽ ഹുദയിൽ നിന്ന് ചെന്ന ഹുദവികൾ മൊറോക്കോ വിദ്യാർത്ഥികളുടെ കൂടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് അതിനുള്ള സ്റ്റാറ്റസ് ഇല്ല എന്നർത്ഥം.
ഭാഷ അറിയില്ല, സാംസ്കാരികമായി വേണ്ടത്ര ഔന്നത്യമില്ല എന്നൊക്കെയാണ് അതിന് കാരണങ്ങൾ പറഞ്ഞത്. ദാറുൽ ഹുദയിൽ നിന്ന് വന്ന കുട്ടികൾക്ക് ഭാഷാപരമായും മതപരമായും സോഷ്യൽ ആക്ടിവിറ്റീസ് സംബന്ധമായൊക്കെ മികച്ച സ്ഥാനമുണ്ട്. ഈ ഒരു ബാച്ച് പോയിട്ടൊരു കൊല്ലം ആകാൻ പോവാണ്. ഡിസംബർ അവർ തിരിച്ചു പോരും. അടുത്ത ബാച്ച് അപ്പോഴേക്കും അങ്ങോട്ട് ചെല്ലും. ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള രാഷ്ട്രങ്ങളിലെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കണം. ഇവർക്ക് പോകാനും വരാനുള്ള ടിക്കറ്റ്, ഇടക്കാലത്തൊരു ലീവിന് പോകാനും വരാനുള്ള ടിക്കറ്റ്, മാസാന്തം സ്റ്റൈപ്പൻഡ്, സ്കോളർഷിപ്പ് ഒക്കെ നൽകപ്പെട്ടുകൊണ്ടിരിക്കുക. ലോകത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഹുദവികൾ അവരുടെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. മലേഷ്യയിലെ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ കുറേ ഹുദവികൾ അവിടെ നിന്ന് ഡോക്ടറേറ്റ് പൂർത്തിയാക്കി. അവരിൽ 2 ഹുദവികൾ അവിടുത്തെ ഉസ്താദന്മാർ കൂടിയാണ്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ 2 ഹുദവികൾ അധ്യാപകരാണ്. അറബിയിലായിരിക്കും എന്ന് പലരുടെയും മനസ്സ് പറയും. അറബിയിലല്ല, ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. കേരളത്തിലെ കേരള, മഹാത്മാഗാന്ധി, കാലിക്കറ്റ്, കണ്ണൂർ എല്ലാ യൂണിവേഴ്സിറ്റികളും ഹുദവികൾ അധ്യാപകരായിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇതൊരു മികവ് പറയല്ല. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിനാവശ്യമായ പാഥേയമൊരുക്കിയത് അല്ലെങ്കിൽ പടവുകൾ നിർമ്മിച്ചത് പ്രധാനമായും എം ബഷീർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അവറുകളായിരുന്നു. കാരണം മഹാനവറുകൾക്ക് ഈ രംഗത്ത് സവിശേഷമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അല്ലാഹു തആല അവൻ്റെ അടിമകളിൽ ചിലരെ ദീനിയായ പുരോഗതിക്ക് ആവശ്യമായ വഴി വെട്ടിത്തെളിക്കാൻ സജ്ജരാക്കും. അങ്ങനെയാണ് ആരും ഉപയോഗിക്കാതിരുന്ന മാനിപ്പാടത്തെ വെള്ളക്കൊണ്ട് ചെന്നിട്ട് ദാറുൽ ഹുദ തല ഉയർത്തി വരുന്നത്. വേറെ എവിടെയും സ്ഥലം കിട്ടിയില്ല. പല സ്ഥലത്തും ഭൂമി നോക്കിയിരുന്നു ദാറുൽ ഹുദ സ്ഥാപിക്കാൻ. പല മൈനസുകളും ഉള്ളതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് അവസാനം കൈമലർത്തി എന്താ ഇനി ചെയ്യുക, എവിടെ നമ്മൾ സ്ഥാപനം ഉണ്ടാക്കുക. അപ്പോൾ അല്ലാഹു തആല ഒരു ഇൽഹാം ഇട്ട് കൊടുക്കാം. നേതാക്കളുടെ മനസ്സിൽ ഒരു ഇൽഹാം, 130 ഏക്കർ ചെമ്മാട്ട് തന്നെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ, അവിടെ ഉണ്ടാക്കിക്കൂടെയാണ്. ചുരുക്കത്തിൽ സംഭവിച്ചു. ഒരുപാട് കഥകൾ, വിശദീകരണങ്ങൾ അതിന് പിന്നിലുണ്ട്. കുറേ ആളുകൾ ബാപ്റ്റേജിക്ക് പിരാന്താണെന്ന് പറഞ്ഞു. നല്ല യോഗ്യനും സമർത്ഥനുമായിരുന്നല്ലോ, ഇപ്പം മുമ്പർക്കെന്തോ മാനസികമായി സംതിങ് റോങ്ങാണ്. ഒരു പഴയ കൊടയും പിടിച്ചിട്ട് ഇങ്ങനെ ലോറിൻ്റെ പിന്നാലെ ഓടിപ്പോയാണ് മാനിപ്പാടത്ത് ഒക്കെ ഉള്ളതായിരുന്നു. ഒരു സെൻറ്റ് സ്ഥലത്തിന് 120 റുപ്യ കൊടുത്തത് കുറേ സ്ഥലങ്ങൾക്ക്. ഒരു സെൻറ്റിന് 120 റുപ്യ. ഇന്ന് ദാറുൽ ഹുദയുടെ മുമ്പിലുള്ള ഒരു സെൻറ്റിന് എത്ര വില എന്നറിയോ? 8 കോടി 10 കോടിയാണ്. 120 റുപ്യ 10 കോടിയായി മാറി. അപ്പോൾ അള്ളാഹു ഇതെല്ലാം ഒരു അനുഗ്രഹത്തിലേക്ക്, അനുഗ്രഹീതമായൊരു വഴിയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ എംബസിയുടെ മദ്രാസ് കോൺസുലേറ്റിൽ നിന്ന് ഒരു എറിക് വന്നിരുന്നു മിനിയാന്ന് ദാറുൽ ഹുദ പഠിക്കാൻ വേണ്ടി. നേരത്തെയും അവരുമായി ബന്ധമുണ്ട് ദാറുൽ ഹുദ. സമഗ്രമായി ദാറുൽ ഹുദ പഠിച്ചു. എന്തിനാണ് വരണത്? എങ്ങനെ ഒരു ദീനീ സ്ഥാപനത്തിലും വിഷയങ്ങളിലും സംസ്കാരത്തിലും അധിഷ്ഠിതമായി ഇവരൊരു സ്ഥാപനം, അതും ഈ അപ്രസക്തരായ ആളുകൾ, ആർക്കും അതിൽ PhD അല്ലെങ്കിൽ MCom അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് MSW ഒന്നുമില്ലല്ലോ ഔട്ടേജിക്കും അവർക്ക് മറ്റവർക്കൊന്നും. ഈ അത്ഭുതം കണ്ടു പഠിക്കാൻ വരികയാണ്. നേരത്തെയും വന്നിട്ടുണ്ട് അങ്ങനെ പല ആൾക്കാർ. അപ്പോൾ ഇതിനൊക്കെ വഴി തെളിച്ചത് മഹാനായ ബഷീർ മുസ്ലിയാർ അവർകളായിരുന്നു എന്നാണ് ഞാൻ മൊത്തത്തിൽ സൂചിപ്പിക്കുന്നത്. വിശദമായി പറയാൻ സമയമില്ല. മഹാനവകളുടെ പാരത്രിക പദവികൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ മഹാന്മാരൊക്കെ സ്ഥാപിച്ച ദാറുൽ ഹുദയെ അള്ളാഹു ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് നയിക്കുമാറാകട്ടെ. കാരണം ലോകത്തിൻ്റെ ഏറ്റവും ഫലപ്രദമായ, സ്തുത്യർഹമായ, ശ്ലാഘനീയമായ ഒരു വിദ്യാഭ്യാസ വിപ്ലവമാണ്, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സംരംഭമാണ്, പ്രസ്ഥാനമാണ് ദാറുൽ ഹുദ. വടക്കേ ഇന്ത്യയിലുള്ള കുറേ വല്യന്മാർക്ക് ഫാത്തിഹയും ഇഖ്ലാസും ഖുർആനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദാറുൽ ഹുദയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. വല്യന്മാർ 20, 40, 60, 70, 80 വയസ്സ് വരെയുള്ള ഫലാഹ് ഖാത്തൂൻ വരെ
വലത്തെ കയ്യിൽ മുസഹഫും ഇടത്തെ കയ്യിൽ വടിയും പിടിച്ച് വരികയാണ് ഖുർആൻ പഠിക്കാൻ, ഫാത്തിഹ പഠിക്കാൻ. അൽഹംദുലില്ലാ, കേരളത്തിൽ മുമ്പാർക്കും കഴിഞ്ഞിട്ടില്ല. അത് അഹങ്കരിച്ച് പറയല്ല. അതിൻ്റെ വഴികളിൽ യഥോചിതമായ വഴികളിൽ പ്രവേശിച്ചാൽ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിയും. എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിയും. അസൂയ ഉണ്ടാകരുത്. അസൂയ മാറ്റി വെക്കണം. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. ഞാൻ പണ്ട് പറഞ്ഞിരുന്നു നമ്മൾ ചെറുപ്പത്തിലൊക്കെ. ഇപ്പം കഷണ്ടിക്ക് മരുന്നായി, മുടി കുഴിച്ചിടാൻ കഴിയും. പക്ഷെ അസൂയക്ക് ഇപ്പോഴും മരുന്നില്ല. അപ്പോൾ മാത്രമല്ല ഈ അസൂയ എന്നാൽ ഞാൻ ഒരാളോട് അസൂയ വെക്കുമ്പോൾ അയാൾ ഉയരുക, ഞാൻ അധോഗതിയിലേക്ക് പോവുകയാണ്. കാരണം എനിക്ക് എൻ്റെ കാര്യം ആലോചിക്കാൻ നേരമില്ല. വേറെയുള്ള ആൾക്കാരുടെ തുണി കുപ്പായം നോക്കിയിട്ട്, ഓല ചെരുപ്പ് നോക്കിയിട്ട്, ഓല കാറ് നോക്കിയിട്ട്, ഓല വീട് നോക്കിയിട്ടൊക്കെ റാങ്ക് ചെയ്യുകയാണ്. ഇവരെന്തെങ്കിലും ചെയ്യണം, അങ്ങനെ പോയാൽ പറ്റൂല. സ്വന്തം കാര്യം നോക്കുമ്പോൾ നേരമില്ല. അതാണ് മുത്തനബി പറഞ്ഞേക്കണത്. അൽ ഹസൂ, പൂർവികന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അൽ ഹസൂദ് ലാ യസൂദ്. അസൂയാലാണെങ്കിൽ ഓനൊരിക്കലും പുരോഗതി പ്രാപിക്കാൻ കഴിയില്ല, അധോഗതിയിലേക്ക് നീങ്ങും. ദാർഹുദയെ പറ്റി അങ്ങനെ തന്നെ പറയാനുള്ളത്. ദാർഹുദ അള്ളാൻ്റെ ദീനിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിതമായതാണ്. അവിടുത്തെ ഇൽമും അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ഒന്നൊന്നായി പറയണില്ല. അതിന് നേതൃത്വം വഹിച്ചവരും അങ്ങനെ തന്നെയായിരുന്നു. ഹൈദർ ഉസ്താദിനറിയോ, രോഗശയ്യയിലായിരുന്നു. പക്ഷേ അവസാന ദിവസവും ദാർഹുദയിൽ വന്ന് ജുമുഅക്ക് പങ്കെടുത്ത് ജുമുഅൻ്റെ ശേഷം പ്രസംഗിച്ച ഫൈസൽ ബായാർ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി പ്രസംഗിച്ചു. അവൻ്റെ പ്രസംഗത്തിൽ ചെറിയ വൈകല്യം ഉണ്ടായിരുന്നു. ഓനെ സ്വന്തമായി വിളിച്ചു കൊണ്ടുപോയിട്ട് ഉസ്താദ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് വൈകുന്നേരം അപ്പോൾ പോയിട്ട് പുതുപ്പറമ്പര പള്ളിയിൽ ഇശാ ജമാഅത്തായിട്ട് നിസ്കരിച്ച് ഹദ്ദാദും ചൊല്ലിയിട്ട് കിടന്നുറങ്ങി 3 മണിക്കൂർ കഴിഞ്ഞിട്ട് മരിക്കുകയാണ്. അവസാന ദിവസവും കർമ്മധന്യനായി CH ഐദറൂസ് ഉസ്താദ് നവറല്ലാഹു മർഖദഹു അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. ബഷീറും സിദരും അങ്ങനെ തന്നെയാണ്. സുഖമില്ലാതെ വീട്ടിലിരുന്നപ്പോഴും സ്ഥാപനത്തെ മാനസികമായി നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. അതിന് ഉദാഹരണങ്ങൾ ഇപ്പോൾ പറയാൻ സമയമില്ല. പലപ്പോഴും അങ്ങോട്ട് പോകും, ചിലപ്പോൾ ബഷീർ ഉസ്താദ് അങ്ങോട്ട് വരും, അല്ലെങ്കിൽ അവിടെ നാളെ പറഞ്ഞേക്കും, അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരുടെ പരിസരത്തുള്ളവരുണ്ട് അവിടെ അങ്ങോട്ട് പറഞ്ഞേക്കും. ഈ സ്ഥാപനം പുരോഗതിയിലേക്ക് എത്തണം, അള്ളാൻ്റെ ദീനിന് ഉപയോഗപ്പെടണമെന്ന ഏക ഉദ്ദേശ്യം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടത് വിജയിച്ചു. അള്ളാഹു ഉത്തരോത്തരം വിജയിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.